എവരിവൺ. സോ സപ്ലിമെന്ററി ഘട്ടത്തിനും ട്രാൻസ്ഫർ ഘട്ടത്തിനും ഇനി എത്ര സീറ്റുകളാണ് ഒഴിവുള്ളത്? നിലവിലുള്ള സീറ്റുകളുടെ വേക്കൻസി നമ്മൾ അറിയാൻ പോവാണ്. സോ സപ്ലിമെന്ററി അലോട്ട്മെന്റിന്റെ വേക്കൻസിയാണ് ആദ്യം പബ്ലിഷ് ചെയ്തത്. ഓരോ ജില്ലാ വൈസ് വേക്കൻസി വന്നിട്ടുണ്ട്. തിരുവനന്തപുരത്ത് 5055, കൊല്ലത്ത് 4888, പത്തനംതിട്ടയിൽ 3693, ആലപ്പുഴയിൽ 4498, കോട്ടയത്ത് 4062, ഇടുക്കിയിൽ 2229, എറണാകുളത്ത് 5638, തൃശ്ശൂർ 5734, പാലക്കാട് 3900, കോഴിക്കോട് 5900, മലപ്പുറത്ത് 9000 വേക്കൻസിയോളമാണ് ഉള്ളത്. വയനാട് 1500ഓളം, കണ്ണൂർ 4400ഓളം, കാസർഗോഡ് 2400ഓളം, അങ്ങനെ 63333 വേക്കൻസി ഒഴിവുകളാണ് സപ്ലിമെന്ററി ഘട്ടത്തിലേക്ക് നിലവിലുള്ളത്. ഇനി എത്ര പേരാണ് സപ്ലിമെന്ററി അലോട്ട്മെന്റ് കൊടുത്തിരിക്കുന്നത് നമുക്ക് നോക്കാം. സപ്ലിമെന്ററി ഘട്ടത്തിനായിട്ട് അപേക്ഷിച്ചവരുടെ എണ്ണമാണ്. ഓരോ ജില്ലാ വൈസ് ഉള്ളവരുടെ എണ്ണം കൊടുത്തിട്ടുണ്ട്. ടോട്ടൽ ആപ്ലിക്കൻസ് എന്ന് പറയുന്നത് 52,570 ഓൺലൈനായിട്ട് ലഭിച്ച ടോട്ടൽ ആപ്ലിക്കേഷന്റെ എണ്ണം. അപ്പൊ 52,000 പേർ സപ്ലിമെന്ററി ഘട്ടത്തിലേക്ക് കൊടുത്തിട്ടുണ്ട്. ആൻഡ് ഒഴിവുള്ള വേക്കൻസി എന്ന് പറയുന്നത് 63,000 വേക്കൻസിയാണ്. അതായത് 11,000 വേക്കൻസിയോളം ട്രാൻസ്ഫർ ഘട്ടത്തിലേക്ക് ഒഴിഞ്ഞു കിടക്കും. ആൻഡ് നമുക്ക് ഉറപ്പിക്കാൻ പറ്റില്ല, ചിലപ്പോൾ ഇത്രയും കുട്ടികൾ തന്നെ ജോയിൻ ചെയ്യണമെന്നില്ല. അവർക്ക് ഇഷ്ടമില്ലാത്ത സ്ട്രീം ഒക്കെയാണ് കിട്ടുന്നതെങ്കിൽ അവർ കൊടുത്ത സീറ്റ് ഒപ്റ്റ് ചെയ്യണമെന്ന് യാതൊരു നിർബന്ധവുമില്ല. എന്നാൽ സപ്ലിമെന്ററി ഘട്ടത്തിൽ കൊടുത്തവരുടെ എണ്ണവും നിലവിലുള്ള ഒഴിവുകളുടെ എണ്ണവും നോക്കിയാൽ ഏകദേശം 11,000 സീറ്റുകളാണ് ട്രാൻസ്ഫർ ഘട്ടത്തിലേക്ക് മൊത്തമായിട്ട് അവശേഷിക്കുന്നത്. ഇത് സയൻസും കൊമേഴ്സും ഹ്യൂമാനിറ്റീസും എല്ലാം കൂടെ ചേർന്ന ഒഴിവുകളാണ്. അപ്പോൾ ഇനി എന്തെങ്കിലും ബാച്ചുകൾ സപ്ലിമെന്ററി സെക്കൻഡ് സപ്ലിമെന്ററിയിലോ വല്ല എന്തെങ്കിലും ബാച്ചുകൾ അനുവദിക്കുമോ എന്നറിയില്ല. അതിന് മുൻപായിട്ട് ട്രാൻസ്ഫർ വരാനുള്ള സാധ്യതയുമുണ്ട്. അപ്പോൾ നിലവിൽ 10,000ഓളം സീറ്റുകളാണ് ട്രാൻസ്ഫർ ഘട്ടത്തിനായിട്ടുള്ളത്. ആൻഡ് ഇത്രയും സീറ്റുകളാണ് സപ്ലിമെന്ററി ഘട്ടത്തിൽ ജില്ലാ വൈസ് ആയിട്ട് അവശേഷിക്കുന്നത്.